ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ ടൂറാണ്. അതുമാത്രമല്ല, പൂച്ചെടികളെ ഇഷ്ടപ്പെടുന്നവരും അതുപോലെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് പൂച്ചെടികൾ നമുക്കിന്ന് പരിചയപ്പെടാം. ഹായ്, ഞാൻ സലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. പൂച്ചെടികൾ ഇഷ്ടമല്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. നമ്മളുടെ ഗാർഡനൊക്കെ വളരെ മനോഹരമാക്കി വെക്കാൻ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന ഈ കളർഫുള്ളായിട്ടുള്ള പൂച്ചെടികളാണ്. കേരളത്തിൽ നമ്മൾ അധികം കാണാത്ത ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഫോറിൻ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ കാണാൻ സാധിക്കും. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ലിസ ബാബു മാമിൻ്റെയും ബാബു സാറിൻ്റെയും അമേരിക്കയിൽ ന്യൂയോർക്കിലുള്ള അവരുടെ വസതിയുടെ മുന്നിലുള്ള കാഴ്ചയാണ്. അപ്പം ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കാരണം അമേരിക്കയിലാവുമ്പോഴത്തേക്ക് അവിടുത്തെ കാലാവസ്ഥയുടെ പ്രത്യേകത, മണ്ണിൻ്റെ പ്രത്യേകത, അവിടെ കൊടുക്കുന്ന വളത്തിൻ്റെ പ്രത്യേകത എല്ലാം കൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ട് ഫ്ലവറിങ് പ്ലാന്റ്സ് നിൽക്കുന്ന. നല്ല ക്ലൈമറ്റും അതുപോലെ തന്നെ നല്ല സോയിലും ഉണ്ടെങ്കിലും നമുക്ക് എല്ലാം അനുകൂലമായിട്ട് വന്നാൽ പോലും ഇത് ചെയ്യാനുള്ള നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു മനസ്സ് വേണം. ഇതിന് പിന്നിൽ നല്ലൊരു കഠിനാധ്വാനത്തിൻ്റെയും കൂടെ ഒരു കാര്യമുണ്ട്. നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഇതുപോലെ ഭംഗിയാക്കി ഗാർഡൻ സെറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ കാണുന്ന ലാവൻഡർ കളറിലുള്ള ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റിൻ്റെ പേരാണ് ക്രീപ്പിംഗ് ഫ്ലോക്സ് എന്നുള്ളത്. ഇതിൽ പല കളേഴ്സ് അവൈലബിൾ ആണ്. ബ്ലൂ, പേർപ്പിൾ, അതുപോലെ പിങ്ക്, റെഡ് അല്ലെങ്കിൽ വൈറ്റ്, അങ്ങനെ പല കളേഴ്സിലുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു ബ്ലൂമിങ് സ്റ്റേജിൽ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം 3 തൊട്ട് 4 ആഴ്ച വരെ 3 to 4 weeks ഇതിൻ്റെ പൂക്കൾ ഇതുപോലെ തന്നെ നിൽക്കും എന്നതാണ് പ്രത്യേകത. ഈ കാണുന്ന പ്ലാന്റിൻ്റെ പേരാണ് അസീലിയ. ഇതിൽ നിറയെ പൂക്കളാണ്. ഇലകളൊന്നും തന്നെ കാണാനില്ല, അത്രയും നിറയെ പൂക്കളാണ്. അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് സൺലൈറ്റുള്ള ഭാഗത്ത് വെക്കുവാണെങ്കിൽ നല്ലതുപോലെ വളർന്നു വരുന്നത് കാണാം. ഈ കാണുന്ന പ്ലാന്റിൻ്റെ പേരാണ് ക്ലെമറ്റിസ്. ഇതിന് ലെതർ ഫ്ലവർ എന്ന പേരുണ്ട്. ഇതൊരു പെർനിയൽ വൈനാണ്. നല്ല പോലെ പടർന്ന് വരുന്ന ഒരു പ്ലാന്റാണ്. അതുപോലെ നിറയെ വലിയ പൂക്കളാണുള്ളത്. പല കളർ ഷെയ്ഡ്സ് ഉണ്ട്, വൈറ്റും പേർപ്പിളും ബ്ലൂവും ഒക്കെ ആയിട്ട്. ഈ ഒരു പ്ലാന്റിൻ്റെ ലൈഫ് സ്പാൻ പറയുന്നത് 50 years ആണ്. 50 കൊല്ലത്തോളം ഈ ഒരു പ്ലാന്റ് നല്ല രീതിയിൽ വളർത്തുവാണെങ്കിൽ നിൽക്കുന്ന ഒരു പ്ലാന്റും കൂടെയാണ്. ഇത് മാത്രമല്ല, ഇവിടെ കുറേയേറെ പച്ചക്കറികളും അതുപോലെ തന്നെ നിറയെ ചെമ്പരത്തിയും അതുപോലെ ലാവൻഡേഴ്സും റോസും ഒക്കെ വളർത്തുന്നുണ്ട്. ഓരോന്നും ഓരോ സീസണായിട്ടാണ് വളർത്തി വരുന്നത്. ഈ ഒരു പ്ലാന്റിൻ്റെ പേരാണ് സ്റ്റാഗ് മഗ്നോളിയ. ഈ ഒരു പ്ലാന്റിൻ്റെ നേറ്റീവ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ജപ്പാനാണ്. ഈ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു പ്ലാന്റ് നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞുകാലം കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ഫ്ലവേഴ്സാണ്. ഫ്ലവേഴ്സ് വന്നതിന് ശേഷം മാത്രമേ ലീവ്സ് വരത്തുള്ളൂ. ഈ ഇലകൾ, ഈ പൂക്കളെല്ലാം പൊഴിഞ്ഞു പോയതിന് ശേഷം മാത്രമേ ലീവ്സ് വരാറുള്ളൂ. ചില സമയങ്ങളിൽ ഈ വൈറ്റ് കളറിലുള്ള ഫ്ലവേഴ്സ് കൊണ്ട് മൂടി നിൽക്കും ഈ ഒരു പ്ലാന്റ്. ഈ ഒരു ട്രീയുടെ പേരാണ് ചെറി ബ്ലോസം. വളരെ ഭംഗിയാണ് കാണാനായിട്ട്. ലീവ്സ് വരുന്നതിന് മുമ്പ് തന്നെ ഇതിൽ പൂക്കൾ കൊണ്ട് നിറയും. പ്രത്യേകിച്ച് US നന്നായിട്ട് വളർന്നു വരുന്ന ഒരു പ്ലാന്റാണ്. ഇത് പല ഷെയ്ഡ്സിലുണ്ട്. ക്രീം കളറിലുണ്ട്, അതുപോലെ തന്നെ ലൈറ്റ് പിങ്ക് കളറിലും വൈറ്റ് കളറിലും ഒക്കെ കാണാൻ സാധിക്കും. നല്ല വളക്കൂറുള്ള മണ്ണിലും അതുപോലെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് മാത്രമാണ് ഇത് നന്നായിട്ട് വളരത്തുള്ളൂ. പ്രത്യേകിച്ച് നമുക്കറിയാം, K-dramas ഒക്കെ കാണുന്നവർക്ക് അതിലൊക്കെ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ജപ്പാനിലെയും കൊറിയയിലും ഒക്കെ ഇതുപോലത്തെ ഒരുപാട് ട്രീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കാണുന്ന യെല്ലോ കളറിലെ ഫ്ലവേഴ്സുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ പേര് അറിയാവുന്നവരെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ചിലർക്കൊക്കെ അറിയായിരിക്കും. അപ്പം അറിയാവുന്നവരെ കമൻറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇപ്പോൾ കാണിച്ച ഒരുപാട് പ്ലാന്റ്സും ട്രീസും ഒക്കെ കാണിച്ചു. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. റോസ് ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ്. അതിൻ്റെ ആ ലാവൻഡർ ഷെയ്ഡ് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്.
അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു, ക്ലെമറ്റിക്സ്. അതിൻ്റെ വൈറ്റ് കളറിലെ പൂക്കളോട് കൂടിയതാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ പൂക്കളാണെന്ന്. ശരിക്കും പാഷൻ ഫ്രൂട്ടിൻ്റെ പൂക്കളല്ല. അതുപോലെ തന്നെ പെറ്റൂണിയ നല്ല പോലെ വളർന്നു വരുന്നത് കാണാം ഈ ഫോറിൻ കൺട്രീസിൽ, പ്രത്യേകിച്ച് ഈ ഹൈബ്രിഡ് വെറൈറ്റീസിലുള്ളത്. ഈ കാണുന്നത് മില്യൺ ബെൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലും ഒരുപാട് ഷെയ്ഡിൽ അവൈലബിൾ ആണ്. ഇത് പെറ്റൂണിയയുടെ ഫ്ലവേഴ്സ് പോലെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. മില്യൺ ബെൽസ് എന്ന് പറയും. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ വൈറ്റും ക്രീമും അതുപോലെ തന്നെ റോസും ലാവൻഡറും യെല്ലോയും ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഷെയ്ഡുകൾ. മില്യൺ ബെൽസിൻ്റെ പല ഷെയ്ഡ്സിലുള്ള പ്ലാന്റ്സ് ഒരുമിച്ച് ഒരു ബാസ്ക്കറ്റിലാണ് നട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് പല കളേഴ്സ് ഒരുമിച്ച് വരുമ്പോഴത്തേക്ക്. ഇൻഡോർ പ്ലാന്റ്സ് വളർത്തുന്നതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. പല സീസണിലായിട്ട് ലിസ ബാബു മാമിൻ്റെ ഗാർഡനിൽ വിരിഞ്ഞ പൂക്കൾ അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചകളെല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കുറേ ഏറെ ഫ്ലവറിങ് പ്ലാന്റ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്ലവറിങ് പ്ലാന്റിൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.